എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന LD ക്ലർക്ക് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ 10ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അനുബന്ധ വിവരങ്ങളുമാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ആസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കാറക്കോറം. ഈ ഗോഡ്വിൻ ആസ്റ്റിന്റെ മറ്റൊരു പേരാണ് എന്ത്? മൗണ്ട് K2. ആ കെയും കാറക്കോറത്തിന്റെ കെയൂടെ കണക്ട് ചെയ്താൽ നമുക്ക് ഓർത്തിരിക്കാം ഗോഡ്വിൻ ആസ്റ്റിൻ എവിടെയാണ്? കാറക്കോറ നിരയിലാണ്. ഗോഡ്വിൻ ആസ്റ്റിന്റെ മറ്റൊരു പേരാണ് മൗണ്ട് K2. ക്വസ്റ്റ്യൻ നമ്പർ 2. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സത്ലജ് ആണ്. അതായത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ്. എന്നാൽ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ചൈന. ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? അത് ഭൂട്ടാൻ ആണ്. എന്നാൽ ബംഗ്ലാദേശ് എന്താണ്? ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഗുജറാത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പെരിയാർ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, തെന്മല. തെന്മല എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് തെന്മല. ക്വസ്റ്റ്യൻ നമ്പർ 7. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏതു മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 8. ഭക്രാനംഗൽ അണക്കെട്ട് ഏതു നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സത്ലജ്. ഇതെവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ഭക്രാനംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിലവിൽ വന്നത് 1984 ക്വസ്റ്റ്യൻ നമ്പർ 10. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കാസർഗോഡ്. സംസ്ഥാനമാണെങ്കിൽ ഏത് വരും? കർണാടക. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, രാജാറാം മോഹൻ റോയ്. ക്വസ്റ്റ്യൻ നമ്പർ 12. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ചൗരി ചൗര സംഭവം. ക്വസ്റ്റ്യൻ നമ്പർ 13. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 41. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്നത് എത്ര എണ്ണമുണ്ട്? 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു. അത് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ക്വസ്റ്റ്യൻ നമ്പർ 14. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പമ്പ. ക്വസ്റ്റ്യൻ നമ്പർ 15. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, സ്വാമി വിവേകാനന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു?
ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധം എന്നാണ് നടന്നത്? 1741. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് ചോദിച്ചാൽ അത് ജാറിയാണ്. സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഏറ്റവും വലുത് ജാറിയാണ്. എന്നാൽ ആദ്യത്തെ കൽക്കരിപ്പാടം ഏതാണെന്ന് ചോദിച്ചാൽ അത് റാണിഗഞ്ച് ആണ്. ഏറ്റവും വലുത് ഓപ്ഷനകത്തില്ല. ഏറ്റവും വലുത് ജാറിയാണ്. അത് ഏത് സംസ്ഥാനമാണ്? ജാർഖണ്ഡ് ആണ്. എന്നാൽ ആദ്യത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ അത് റാണിഗഞ്ച് ആണ്. റാണിഗഞ്ച് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? അത് വെസ്റ്റ് ബംഗാൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബോക്സൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 20. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, EMS. ക്വസ്റ്റ്യൻ നമ്പർ 21. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 4A. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സുപ്രീം കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 23. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നീൽ ദർപ്പൺ. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആര്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കിരൺ റിജിജു. ക്വസ്റ്റ്യൻ നമ്പർ 25. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആര്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓം ബിർള. ക്വസ്റ്റ്യൻ നമ്പർ 26. താഴെ പറയുന്നവരിൽ സത്യശോധക സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജ്യോതി ബാബുലെ. ക്വസ്റ്റ്യൻ നമ്പർ 27. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ലാലാ ലജ്പത് റോയ്. ക്വസ്റ്റ്യൻ നമ്പർ 28. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 29. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസാവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അനുച്ഛേദം 21. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1950 ജനുവരി 26. ക്വസ്റ്റ്യൻ നമ്പർ 31. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മലബാർ. ക്വസ്റ്റ്യൻ നമ്പർ 32. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിസ്സഹകരണ പ്രസ്ഥാനം. എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം എന്ന് പറയുന്നത് ഏതാണ്? 1917 ചമ്പാരൻ ആണ്. ആദ്യത്തെ നിരാഹാര സമരം എന്ന് പറയുന്നത് 1918 അഹമ്മദാബാദ് തുണിബിൽ സമരമാണ്. എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 34. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏവ? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 4 മാത്രം. അതായത് ഒഡീഷയിൽ ജനിച്ചു, അതാണ് തെറ്റായ പ്രസ്താവന. ക്വസ്റ്റ്യൻ നമ്പർ 35. താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. അതായത് ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളും. ക്വസ്റ്റ്യൻ നമ്പർ 36. താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ?
ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4. അതായത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ക്വസ്റ്റ്യൻ നമ്പർ 37. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും. ക്വസ്റ്റ്യൻ നമ്പർ 38. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. ക്വസ്റ്റ്യൻ നമ്പർ 39. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സാമ്പത്തിക വളർച്ച. ക്വസ്റ്റ്യൻ നമ്പർ 40. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മിശ്ര സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും കൂടി ചേരുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ പദ്ധതി ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അന്ത്യോദയ അന്ന യോജന. ക്വസ്റ്റ്യൻ നമ്പർ 42. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-2021 ഒന്നാമതായ സംസ്ഥാനം? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. കേരളം. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ക്വസ്റ്റ്യൻ നമ്പർ 42. 2020-21 കണക്കനുസരിച്ച് GDP-യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സേവന മേഖല. ക്വസ്റ്റ്യൻ നമ്പർ 44. തെറ്റായ ജോഡി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. തിരയും ചുഴിയും. ഇതാണ് തെറ്റായ പ്രസ്താവന. ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. വീണഭൂവ ആരുടേതാണ്? കുമാരനാശന്റേതാണ്. അതേപോലെ തന്നെ ആ മനുഷ്യൻ നീ തന്നെ, ഇത് എഴുതിയത് ആരാണ്? CJ തോമസ്. നിലാവിന്റെ നാട്ടിൽ അഷിത. ആ 3 ബിയും സിയും ഡിയും ശരിയായതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 45. ശരിയായ ക്രമം ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1024 കിലോബൈറ്റ് എന്ന് പറയുന്നത് 1 മെഗാബൈറ്റ് ആണ്. 1024 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ജിഗാബൈറ്റ് ആണ്. 1024 ജിഗാബൈറ്റ് എന്ന് പറയുന്നത് 1 ടിഗാബൈറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 46. എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിൽ 6 സ്വർണം നേടുന്ന ആദ്യ വനിത. അതാണ് തെറ്റായ പ്രസ്താവന. ക്വസ്റ്റ്യൻ നമ്പർ 47. താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏത്? അതായത് ഒരു വസ്തുവിന്റെ pH മൂല്യം, വസ്തുക്കൾ ഒരു ചാർട്ടിൽ കുറച്ച് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്, അവയുടെ pH മൂല്യം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. ഒന്നാമത്തേത് ചാരം. ചാരത്തിന്റെ pH 5 ആണ്. തേയിലയുടെ 4 ആണ്. കുടിവെള്ളത്തിന്റെ 8 ആണ്. സോപ്പ് 11. ഇതിൽ pH 7 ആണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. ന്യൂട്രൽ pH ആണ് pH 7 വരുന്നത്. pH 7 കൂടുതലാണെങ്കിൽ അത് ആൽക്കലി ആയിരിക്കും. 7 കുറവാണെങ്കിൽ അത് ആസിഡ് സ്വഭാവവും കാണിക്കും. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തേയില ആൽക്കലി സ്വഭാവം കാണിക്കുന്നു. അന്നേരം തേയിലയുടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 4 ആണ് കൊടുത്തിരിക്കുന്നത്. അന്നേരം 7 കുറവാണെങ്കിൽ ഏത് സ്വഭാവമായിരിക്കും? ആസിഡ് സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. അന്നേരം അത് തെറ്റായ പ്രസ്താവനയാണ്. അതേപോലെ ഓപ്ഷൻ ബി എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുടിവെള്ളം ആൽക്കലി സ്വഭാവം കാണിക്കും. കുടിവെള്ളത്തിന്റെ pH എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 8. അന്നേരം അത് 7 കൂടുതലായതുകൊണ്ട് ആൽക്കലി സ്വഭാവം കാണിക്കും. അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് നോക്കാം നമ്മൾക്ക്. ചാരം ആൽക്കലി സ്വഭാവം കാണിക്കും. ചാരത്തിന്റെ pH ഇവിടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 5. അപ്പോൾ 7 കുറവാണ്. അന്നേരം ഏത് സ്വഭാവമാണ് കാണിക്കുന്നത്? അസിഡിക് ആയിരിക്കും. അതേപോലെ സോപ്പിന്റെ എത്രയാണ്? 11. സോപ്പിന്റെ pH 11 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കും. അത് തെറ്റാണ് അല്ലേ? 11 ആവുമ്പോൾ അത് ആൽക്കലി സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 48. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം.
ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭരതനാട്യം. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുമല്ലേ, ചലിക്കുന്ന ശില്പവും ചലിക്കുന്ന കാവ്യവും. എന്നാൽ നമുക്ക് കാവ്യം എല്ലാവർക്കും അറിയാം അല്ലേ. കാവ്യ ഭരതനാട്യം കളിക്കുന്ന ആരെ, കാവ്യമാണെന്ന് ഓർത്ത് വെച്ചാൽ നമുക്കത് കൺഫ്യൂഷൻ വരത്തില്ല. ചലിക്കുന്ന കാവ്യം ഏതാണ്, ഭരതനാട്യം. ശില്പം ഏതാണ്, ചലിക്കുന്ന ശില്പം, അത് ഒഡീസിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 49. ആദ്യകാലത്ത് മിൻഡേനെറ്റ എന്നറിയപ്പെട്ട കായിക രൂപം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വോളിബോൾ. ക്വസ്റ്റ്യൻ നമ്പർ 50. പത്മശ്രീ 2021 പത്മശ്രീയാണ്. പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാങ്കർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആദിവാസികൾക്കായി ആതുര സേവനം. ക്വസ്റ്റ്യൻ നമ്പർ 51. ആഗോളതമനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ IPCCയുടെ പൂർണ്ണ രൂപം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ക്വസ്റ്റ്യൻ നമ്പർ 52. COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച അധ്യയന പരിപാടി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫസ്റ്റ് ബെൽ 2.0. ഫസ്റ്റ് ബെൽ 2.0. ക്വസ്റ്റ്യൻ നമ്പർ 53. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഇനാമൽ. ക്വസ്റ്റ്യൻ നമ്പർ 54. ക്വാഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രോട്ടീന്റെ കുറവ്. ക്വസ്റ്റ്യൻ നമ്പർ 55. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, നെല്ല്. ക്വസ്റ്റ്യൻ നമ്പർ 55. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൈലന്റ് വാലി. ക്വസ്റ്റ്യൻ നമ്പർ 57. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3 പ്രസ്താവനകൾ. നമുക്ക് നോക്കാം. ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. അതായത് ജീവനുള്ള ഘടകങ്ങളുമുണ്ട്, ജീവനില്ലാത്ത ഘടകങ്ങളുമുണ്ട്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 58. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ചൈന. ക്വസ്റ്റ്യൻ നമ്പർ 59. 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പാകിസ്ഥാൻ. ക്വസ്റ്റ്യൻ നമ്പർ 60. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഫ്ലിന്റ് ഗ്ലാസ്. ക്വസ്റ്റ്യൻ നമ്പർ 61. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 212 ഫാരൻഹീറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 62. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഘർഷണ ബലം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബ്യൂട്ടേനും പ്രൊപ്പേനും. ക്വസ്റ്റ്യൻ നമ്പർ 64. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മെർക്കുറിക് ഓക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 65. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, എൻവിഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 66. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ആത്മനിർഭർ സ്വസ്ഥ് ഭാരത് യോജന പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 67. ജലജന്യ രോഗം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 3, 4. അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പൈറോസിസ്.
ക്വസ്റ്റ്യൻ നമ്പർ 68. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നത് രണ്ടും, അതായത് നിപ ആയാലും ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ആയാലും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 69. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ORS. ക്വസ്റ്റ്യൻ നമ്പർ 70. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനം. ക്വസ്റ്റ്യൻ നമ്പർ 71. ശുദ്ധജലത്തിൽ pH മൂല്യത്തിന്റെ അളവ്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 7. ക്വസ്റ്റ്യൻ നമ്പർ 72. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാതം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പേൻ. ക്വസ്റ്റ്യൻ നമ്പർ 73. അശ്വമേധം പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുഷ്ഠം. ക്വസ്റ്റ്യൻ നമ്പർ 74. സ്വാന്തന പരിചരണം നൽകുന്നു. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 75. ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രമേഹം. ക്വസ്റ്റ്യൻ നമ്പർ 76. വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന അന്ധത. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നിശാന്തത. നിശാന്തതയും സീറോഫ്താൽമിയയും വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 77. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ശ്രീ മൻസുഖ് മാണ്ഡവ്യ. ക്വസ്റ്റ്യൻ നമ്പർ 78. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിൻ ഏതാണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കോവാക്സിൻ. ക്വസ്റ്റ്യൻ നമ്പർ 79. 2021 കേരളത്തിൽ പുതുതായി ഉയർന്നു വന്ന രോഗം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 80. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജീവിതശൈലി രോഗനിയന്ത്രണം. താങ്ക് യു.